السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. വുളൂഇൻ്റെ അഹ്കാമാണ് ഇന്നത്തെ പാഠം. അഹ്കാമുൽ വുളൂ. വുളൂ എന്ന് പറഞ്ഞാൽ വുളൂ എടുക്കുന്ന പ്രവൃത്തിക്കാണ് പറയാം. ഈ വളൂ എന്നൊക്കെ പറഞ്ഞാൽ വെള്ളത്തിനെ പറയാം, വുളൂ ഉണ്ടാക്കുന്ന വെള്ളത്തിന്. വലാഅത്ത് എന്ന പദത്തിൽ നിന്നാണ് വുളൂ ഉണ്ടായത്. വലാഅത്ത് എന്ന് പറഞ്ഞാൽ ഹുസ്ന്, നലാഫത്ത് എന്നർത്ഥം. ഹുസ്ന്, ഭംഗി, വൃത്തി എന്നൊക്കെയാണ് വലാഅത്ത് എന്ന വാക്കിനർത്ഥം. അതിൽ നിന്നാണ് വുളൂ എന്ന പദം ഉണ്ടാകുന്നത്. വുളൂ ഉണ്ടാക്കുന്ന ആളെ അവയവങ്ങളൊക്കെ നല്ലോണം വൃത്തിയാകും, ഭംഗിയാകും. ദുനിയാവിൽ ആഖിറത്തിൽ അങ്ങനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖിദ്മത്തിൻ്റെ പേരിൽ കൈകാലുകൾ പ്രകാശിച്ചവരായിട്ടാണ് ഖിയാമത്ത് നാൾ വരിക. അപ്പം എങ്ങനെയായാലും വലാഅത്ത് ഉണ്ടാകും, നല്ല പ്രകാശം. അപ്പോൾ ആദ്യം വുളൂ പറയാം. അർക്കാനുൽ വുളൂഇ അർബഅത്തുൻ. വുളൂവിൻ്റെ അർക്കാനുകൾ 4 വഹിയ ഫറായിദുഹു. അതിൻ്റെ ഫർദുകൾ കൂടിയാണത്. നമ്മൾ നേരത്തെ പറയേണ്ട ഒരു കാര്യമായിരുന്നു, ഞാനിപ്പോൾ പറയണം. ഹനഫി മദ്ഹബിൽ ഫർദ്, വാജിബ് എന്ന് പറയുന്ന 2 സാധനമുണ്ട്. ഫർദ് എന്ന് പറയുമ്പോൾ ഖത്ഇയ്യായ ദലീൽ കൊണ്ട് അറിയപ്പെട്ടതാണ്. നിഷേധിക്കാൻ കഴിയാത്ത, അനിഷേധ്യമായ നിലയിൽ അറിയപ്പെട്ട ഇതിനാണ് വുളൂ എടുക്കണം എന്നുള്ളത്. ഇപ്പം ശറഈൽ വളരെ ഖത്ഇയ്യായിട്ട് അറിയപ്പെട്ടതാണല്ലോ. ലന്നിയായ ദലീൽ കൊണ്ട്, ഇസ്തിംബാത്ത് ചെയ്ത് മനസ്സിലാക്കാവുന്ന ദലീൽ കൊണ്ട്, അതിൻ്റെ ദലാലത്ത് ഖത്ഇയ്യത്തല്ല, ലന്നിയ്യത്താണ്. ഷാഫി ഇമാമിന് ഇങ്ങനെ മനസ്സിലായിട്ടുണ്ടാകും, അബൂ ഹനീഫ ഇമാമിന് ഇങ്ങനെ മനസ്സിലായിട്ടുണ്ടാകും. അങ്ങനെ ഉറപ്പൊന്നുമില്ല. ലന്ന് കിട്ടുന്ന ദലീലുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതിന് വാജിബ് എന്നാണ് പറയാം. 2 ഒഴിവാക്കിയാൽ കുറ്റം കിട്ടും. ഫെയിലിയായിട്ട് 2 വാജിബാണ്. പക്ഷെ ഇൽമിയായിട്ട് 2 വാജിബല്ല. എന്ന് വെച്ചാൽ ഈ ഖത്ഇയ്യായ ദലീൽ കൊണ്ട് അറിയപ്പെട്ടതിന് ഇൽമിയായിട്ട് വാജിബാണ്. ലന്നെന്തല്ല, ഇൽമിയായിട്ട് വാജിബല്ല. വിശദീകരിച്ചാൽ ഖത്ഇയ്യായ ദലീൽ കൊണ്ട് സ്ഥിരപ്പെട്ട് നിഷേധിച്ചാൽ കാഫിറാവും. അത് മറ്റൊരു മാനാക്കൊന്നും സാധ്യതയല്ലാത്ത വിധം വളരെ ഖണ്ഡിതമായ ആശയം ഉള്ളത്. ഇപ്പോൾ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഹൈള് എന്നും ആകാം, ശുദ്ധി എന്നും ആകാം. മസ് എന്ന് പറഞ്ഞാൽ ഭാര്യനെ മസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലാമസ്തുമുൻ നിസാ എന്ന് പറഞ്ഞാൽ ജിമാഉ ആകാം, തൊടുക എന്നുമാകാം. അത് ഖത്ഇയ്യല്ല, ലന്നിയാണ്. ഒരു ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടത് ലന്നിയാണ്. പിന്നെ അർത്ഥം ഇനി ഖത്ഇയ്യാണെങ്കിൽ ഒരൊറ്റ ഹദീസ് കൊണ്ടോ 2 ഹദീസ് കൊണ്ടൊക്കെ സ്ഥിരപ്പെട്ടത് ലന്നിയാണ്. നിഷേധിക്കാനാകാത്ത അത്രയും എണ്ണം ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടത് ഖത്ഇയ്യാണ്. ഖുർആനിലുമുണ്ട് അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഖത്ഇയ്യായ ദലീൽ കൊണ്ട് അറിയപ്പെട്ടതിനേക്കാണ് ഫർദ് എന്ന് പറയാം. ഫർദിനെ നിഷേധിച്ചാൽ അവൻ കാഫിറാകും. അതാണ് ഇൽമൻ വാജിബാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. നിഷേധിച്ചാൽ കാഫിറാകുന്നു. ഞാനതിന് ഉദാഹരണം പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞേ മനോരം ചെയ്യാന്നുള്ളത്, ഇരു ദ്വാരങ്ങളിലൂടെ പുറപ്പെട്ടതിനകത്തോട്ട് മനോരം ചെയ്യാന്നുള്ളത് സുന്നത്താണ് എന്ന് പറഞ്ഞു. ആ പുറപ്പെട്ട സ്ഥലത്തെ അത് വിട്ട് കടന്നിട്ടില്ലെങ്കിൽ സുന്നത്താണ് എന്ന് പറഞ്ഞു. വിട്ട് കടന്നിട്ട് ഒരു ദിർഹമിൻ്റെ അളവ് മാത്രമേ ഉള്ളൂ എങ്കിൽ വാജിബാണ് നീക്കം, വെള്ളം കൊണ്ട് നീക്കം ചെയ്യാൻ നിർബന്ധമാണ് എന്ന് പറഞ്ഞു. ഒരു ദിർഹമിനേക്കാളും കൂടുതലുണ്ടെങ്കിലോ ഫർദാണ് എന്നും പറഞ്ഞു. ഇപ്പോൾ 3 ഹുക്കം പറഞ്ഞില്ലപ്പാടെ മനോരം ചെയ്തു കൊടുത്ത്. നമ്മളെ ശാഫി മദ്ഹബിൽ ആകെ ഒരു ഹുക്കുമേ ഉള്ളൂ, വാജിബ് എന്നുള്ള. ഒക്കെ വാജിബ് തന്നെ. ഫർദൊക്കെ വാജിബാണ്, വാജിബൊക്കെ ഫർദുമാണ്.
പിന്നെ മനോഹരം ചെയ്യൽ നിർബന്ധമാണ്. അത് ഒരു ദിർഹമിൻ്റെ അളവായാലും അതിനേക്കാൾ കുറവാണെങ്കിലും അതിനേക്കാൾ കൂടുതലാണെങ്കിലും. അതിപ്പോൾ അവിടെ പറയേണ്ടതാണ്, ഞാനിപ്പോൾ ഏതായാലും പറയണേ. ചിലപ്പോൾ യജ്ബു എന്ന് പറയും, ചിലപ്പോൾ ഇഫ്തറലു എന്ന് പറയും. ഇഫ്തറലു ഈ വിഷയം നിങ്ങൾക്ക് അറിയാം, എന്നാലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ജമ്മുൽ ജവാമി പോലെയുള്ള കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, തൗലീഹിൽ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം. ഓക്കെ. തഫ്താസാനിൻ്റെ തൗലീഹില്ലേ, സഅദുദ്ദീൻ തഫ്താസാനിയുടെ ഉസൂൽ ഫിഖ്ഹിലെ തൗലീഹ്, അതതിൻ്റെ കിതാബാണ്. ഹനഫി മദ്ഹബിലെ ഉസൂലിൻ്റെ കിതാബാണ് തൗലീഹ്. ഉസൂൽ ഫിഖ്ഹാണ്, ഫിഖ്ഹിൻ്റെ നിദാന ശാസ്ത്രം അറിയുന്ന കിതാബാണ്. പിന്നെ തൻഖീഹ് എന്ന് പറയുന്നൊരു കിതാബുണ്ട്, തൻഖീഹ് ഉസൂൽ ഫിഖ്ഹിലെ. ഈ തൻഖീഹിൻ്റെ ശറഹാണ് ഏത് തൗലീഹ് എന്ന് പറയുന്നത്. ആ തൗലീഹിൻ്റെ ഹാഷിയാണ് തൽവീഹ് എന്ന് പറയുന്നത്. നമ്മളെ വാഖിയാത്തിലെ സിലബസിലൊക്കെ ഉണ്ടത്. ഏതായാലും സാദു തഫ്താസാനി ഏത് കിതാബാണ്. അപ്പോൾ വിഷയം മനസ്സിലായല്ലോ. ഒരു 3 ഉദാഹരണം ഒറ്റ സ്ഥലത്ത് നിന്ന് കിട്ടിയല്ലേ നമുക്ക്, അല്ലേ? ഇനി അടുത്തത് വഹിയ ഫറായിലുഹു എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. വുളൂവിൻ്റെ അർക്കാനുകൾ ഫറദ് കൂടിയാണ്. അൽ അവ്വലു ഗസ്ലുൽ വജ്ഹി, അള്ളാഹു പറഞ്ഞു ഗസ്ലു വുജൂഹക്കും എന്ന് പറഞ്ഞു. എല്ലാവർക്കും അറിയാലോ മുഖം കഴുകുക എന്നുള്ളത്. മുഖത്തിൻ്റെ പരിധി എത്രയാ? വഹദ്ദുഹു, മുഖത്തിൻ്റെ പരിധി തൂലൻ നീളത്തിൽ മി മബ്ദൈ സത്ഹിൽ ജബഹത്തി, ജബഹത്തിൻ്റെ സത്ഹ് ഉണ്ടല്ലോ, ഈ സ്ഥലത്തിനാണ് പറയാം അതിൻ്റെ ആ പ്രതലം, അത് തുടങ്ങുന്നിടം മുതലാണ്. മുടി ഉണ്ടായാലും വേണ്ടില്ല, മുടി ഇല്ലെങ്കിലും വേണ്ടില്ല. ജബഹത്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ്. ഇല അസ്വലി ദഖനി, താടിയെല്ലിൻ്റെ അടിഭാഗം വരെ, താടിയെല്ലിൻ്റെ അടിഭാഗം വരെയാണ്. അപ്പം ഇവിടെ മുതൽ ഇവിടം വരെ. വഹദ്ദുഹു, മുഖത്തിൻ്റെ വീതിയിലുള്ള പരിധി അറലൻ, വീതിയിൽ. അറല് എന്ന് പറഞ്ഞാൽ അറലൻ തൂലൻ എന്ന് പറയും, നീളത്തിലും വീതിയിൽ എന്ന് പറയും. മാ ബൈന ശഹ്മത്തൈൽ ഉദിനി, 2 ചെവിയുടെ ആ മാംസ കഷ്ണങ്ങൾ അതിൻ്റെ ഇടയിലുള്ളതാണ്. ഷഹ്മത്ത് എന്ന് പറയുന്നതിനാണ് പറയാം. ഷഹ്മത്ത് ആ തൂങ്ങി നിൽക്കുന്ന സ്ത്രീകളൊക്കെ ആഭരണം തൂക്കുന്ന ഇറച്ചി കഷ്ണം. ഉദുന്, ഉദുന്, ഉദിന് എന്നൊക്കെ പറയും. ഉദുന് ചെവി, ഉദിന് എന്നും പറയാറുണ്ട് സുക്കൂനുണ്ട്, ദാലിനും ബൊമ്മോണ്ടും പറയും. വസാനി, രണ്ടാമത്തെ റുക്കിന് ഗസ്ലു യദൈഹി മാ മിർഫഖി, 2 കൈ 2 മുട്ടു സഹിതം കഴിക്കുക. മൂന്നാമത്തത് ഗസ്ലു റിജ്ലൈഹി, 2 കാല് കഴുകുക. അള്ളാഹു പറഞ്ഞു വർജുലക്കും മിനൽ കഅബൈൻ എന്ന് പറഞ്ഞിരിക്കണല്ലോ ഖുർആനിലെ. ആ കഅബൈഹി 2 നെരിയാണി സഹിതം. അപ്പോൾ നെരിയാണി സഹിതം കഴിക്കണം. ഇലൽ കഅബൈൻ, നെരിയാണി വരെ എന്ന് പറഞ്ഞാൽ നെരിയാണി കഴുകണ്ടെന്ന് വരൂല, നെരിയാണി ഉൾപ്പെടെ എന്നാണ് അർത്ഥം. ഇലക്കട മാൻ്റെ മാനാക്ക മുഗയ്യ ഇതിൽ പെട്ടിട്ടുണ്ട്, ഗായത്തിൽ പെടുക എന്നതിന് പറയാം. മുഗയ്യ ഗായത്തിൽ പെടുക. ഞാൻ ബസ്ര വരെ പോയി എന്ന് പറഞ്ഞാലേ, മക്ക മുതൽ മദീന വരെ പോയി എന്ന് പറഞ്ഞാൽ മദീനൻ്റെ അതിർത്തി പോയിട്ട് തിരിച്ചു വന്നു എന്നല്ല, മദീനൻ്റെ ഉള്ളിലേക്ക് പോയി തന്നെയാണ്. ഇനി അടുത്തത് എന്താ? അടുത്തത് അറാബി മസ്ഹു റുബൈ റസിഹി, തലേൻ്റെ 1/4 ഭാഗം തടവുക. നിങ്ങൾക്കറിയാമല്ലോ ഷാഫി മദ്ഹബിൽ തലയുടെ അല്പം തടവിയാൽ മതി. ഹനഫി മദ്ഹബിൽ തലയുടെ 1/4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂർദാവിൽ തടവി എന്നാണ് തെളിവ്. മൂർദാവ് എന്നുള്ള തലേൻ്റെ 1/4 വരും. വസബബുഹു, അതിൻ്റെ കാരണം
ഈ ശുദ്ധീകരണം വരുത്തുന്നതിനുള്ള കാരണം എന്താണ്? ഇസ്തിബാഹത്തു മാ ലാ യഹില്ലു ഇല്ലാ ബിഹി, വുളൂ കൊണ്ടല്ലാതെ അനുവദനീയമല്ലാത്ത കാര്യം ശുദ്ധിയാക്കാൻ ഉദ്ദേശിച്ചു എന്നതാണ് ഇതിൻ്റെ കാരണം. എന്തിനാണ് വുളൂ എടുക്കുന്നത്? വുളൂ എടുത്താൽ മാത്രം അനുവദനീയമാവുന്ന കാര്യങ്ങളുണ്ട്. മുസ്ഹബ് തൊടുക, തവാഫ് ചെയ്യുക, നിസ്കരിക്കുക പോലെയുള്ള കാര്യങ്ങൾ. അത്തരം കാര്യങ്ങൾ അനുവദനീയമാക്കാൻ ഉദ്ദേശിക്കുക എന്നതാണ് വുളൂവിൻ്റെ കാരണം. എന്തിനാണ് വുളൂ എടുക്കുന്നത്? അതിൻ്റെ നിമിത്തം എന്താണ്? സബബ്. അതിൻ്റെ നിമിത്തം ഇസ്തിബാഹത്തു മാ, ഒരു കാര്യം അനുവദനീയമാക്കാൻ ഉദ്ദേശിക്കലാണ്. എങ്ങനത്തെ കാര്യം? ലാ യഹില്ലു, ആ കാര്യം ചെയ്യൽ അനുവദനീയമല്ല, ഇല്ലാ ബിഹി, വുളൂ കൊണ്ടല്ലാതെ, വുളൂയോടുകൂടെ അല്ലാതെ. വഹുവ ഹുക്മുഹു ദുന്യവിയു, അപ്പം ചെയ്യൽ അനുവദനീയമാവുക എന്നതാണ് വുളൂവിൻ്റെ ദുന്യവിയായ ഹുക്മ്. വുളൂ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താകും? ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ദുനിയാവിൽ നിസ്കരിക്കാൻ പറ്റും, ഖുർആൻ തൊടാൻ പറ്റും, തവാഫ് ചെയ്യാൻ പറ്റും. ഹുക്മുഹു ലുഖ്റവി, യുഖ്റവിയായ ഒരു ഹുക്മുണ്ട് വുളൂവിന്. അതെന്താ? അസ്സവാബു ഫിൽ ആഖിറത്തി, ആഖിറത്തിൽ കൂലി കിട്ടുക എന്നുള്ളത്. വുളൂ എടുത്താൽ ദുനിയാവിൽ എന്ത് ചെയ്യാൻ പറ്റും? നിസ്കരിക്കാൻ പറ്റും, ആഖിറത്തിൽ ഇതിൻ്റെ കൂലിയും കിട്ടും. എല്ലാ ഇബാദത്തും അങ്ങനെ തന്നെയാണ്. ഷർത്ത് വുജൂബിഹി, എല്ലാവർക്കും ഒന്നും വുളൂ ഉണ്ടാക്കൽ നിർബന്ധമൊന്നുമില്ല. വുളൂ നിർബന്ധമാക്കുന്നതിൻ്റെ ഷർത്ത് അൽ അഖ്ലു, ബുദ്ധി ഉണ്ടാകുക, വൽ ബുലൂഗ്, പ്രായപൂർത്തിയാവുക, വൽ ഇസ്ലാം, ഇസ്ലാം ആയിരിക്കുക. കാഫിറിനോട് എന്തില്ല? ശരീഅത്തിൻ്റെ ഫുറൂകൊണ്ട് തക്ലീഫില്ല എന്നാണ് ഹനഫി മദ്ഹബ്. കാഫിറിനോട് ശരീഅത്തിൻ്റെ ഫുറൂകൊണ്ട് എന്തില്ല? തക്ലീഫില്ല. അപ്പോൾ പിന്നെ ബുദ്ധി വേണം, മുസ്ലിം ആവണം. കാഫിർ വുളൂ എടുത്താൽ ശരിയാവില്ല. വുളൂ എടുക്കൽ നിർബന്ധമല്ല കാഫിറിന്. അപ്പോൾ ഖുദ്റത്തു ഏത് ഷർത്ത് എന്ന് പറഞ്ഞാൽ നിബന്ധന. നിബന്ധന എന്ന് മലയാളത്തിൽ പറയുന്ന സാധനം, ഉപാധി, നിബന്ധന, കണ്ടീഷൻ, നിർബന്ധമാകുന്നതിനുള്ള കണ്ടീഷൻ. അതുണ്ടായാലേ മറ്റേ ശരിയാവുള്ളൂ. ഈ കാര്യം ഇല്ലെങ്കിൽ അത് ശരിയാവില്ല. ഇപ്പം ഇസ്ലാം ഇല്ലെങ്കിൽ അത് ശരിയാവില്ല. അതാണല്ലോ ഉപാധി എന്ന് പറഞ്ഞത്. ഇന്ന പദ്ധതിക്ക് അപേക്ഷിക്കണമെങ്കിൽ അയാൾ പട്ടികജാതിക്കാരനാകണമെന്നുള്ള ഷർത്താണ്. ആ പട്ടികജാതി ആയില്ലെങ്കിൽ പിന്നെ, അല്ലെങ്കിൽ OBC ആയിട്ടില്ലെങ്കിൽ, ആ ഷർത്ത് പാലിച്ചില്ലെങ്കിൽ ആ സഹായക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ മാതിരി, അതാണ് ഷർത്ത്, കണ്ടീഷൻസ്. ഖുദ്റത്തുൽ ഇസ്തിമാലുമായി വെള്ളം ഉപയോഗിക്കാൻ കഴിയുകയും വേണം. തഹൂറായ വെള്ളം ഉപയോഗിക്കാൻ കഴിയണം. അപ്പോൾ വെള്ളമൊന്നും ഇല്ലെങ്കിൽ പിന്നെ അൽ കാഫി, എല്ലാ അവയവത്തേക്കും മതിയാകുന്ന വെള്ളം ഉപയോഗിക്കാൻ കഴിയണം. ഒരു വട്ടമെങ്കിലും ഉപയോഗിക്കാൻ. അപ്പോഴേ വുളൂ നിർബന്ധമുള്ളൂ. ആകെ മുഖം കഴുകുക മാത്രം വെള്ളം ഉണ്ട് നിൽക്കുക, അതുപോരാ. അൽ കാഫി, വുളൂ മുഴുവനത്തിനും മതിയാകുന്ന, വുളൂ പൂർത്തിയാക്കാൻ മതിയാകുന്ന വെള്ളം ഉപയോഗിക്കാൻ കഴിയണം എന്നതാണ്. വുജൂദുൽ ഹദസി, പിന്നെ വുളൂ ഉണ്ടാകണം നിർബന്ധം ഉണ്ടെങ്കിൽ അശുദ്ധി ഉണ്ടാവേണ്ടേ ആദ്യം. വുളൂവിൻ്റെ മേലെ വുളൂ ഉണ്ടെങ്കിൽ പിന്നെ വുളൂ ഉണ്ടാക്കുന്ന നിർബന്ധമല്ലല്ലോ. വഅദമുൽ ഹൈളി വൻ നിഫാസി, അതും ഷർത്താണ്. അതും നിഫാസുള്ള പോലെ വുളൂ ശരിയല്ല. പിന്നെ വളീഖുൽ വഖ്തി, വുളൂ നിർബന്ധമാകാനുള്ള കാരണം സമയം ഇങ്ങോട്ട് പരിമിതപ്പെടുക എന്നുള്ളതാണ്. വാങ്ങ് തന്നെ വുളൂ ഉണ്ടാക്കുന്ന നിർബന്ധമുണ്ടോ? ഇല്ല. പിന്നെ ആ സമയം ഇങ്ങോട്ട് ലാസ്റ്റ്ക്ക് എത്തിയിട്ട് ഇനി വുളൂ ഉണ്ടാക്കി നിസ്കരിക്കാൻ മാത്രമേ സമയമുള്ളൂ എന്ന് വരുമ്പോൾ വുളൂ എടുക്കൽ നിർബന്ധമായി വരും. അതുവരെ വുളൂ വേണമെങ്കിൽ എടുക്കാം, എടുക്കാതിരിക്കാം. വളീഖുൽ വഖ്തി, സമയം ഇങ്ങോട്ട് ഇടുങ്ങുക, പരിമിതപ്പെടുക. ഇനി ഷർത്ത് സിഹത്തിഹി, വുളൂ സഹിയാകുന്നതിനുള്ള ഷർത്ത് സലാസത്തിന് 3 എണ്ണമാണ്. വുളൂ എടുത്താൽ സഹിയാകണേ 3 ഷർത്ത്. ഒന്ന്, ഉമൂമുൽ ബശറത്തി ബിൽ മാഇ, തുഹൂറായ വെള്ളം തൊലിയിലാകെ എത്തിക്കുക എന്നതാണ്. ഒരു സൂചിൻ്റെ വിടവ് പോലും ഉണ്ടാകാൻ പാടില്ല. എല്ലായിടത്തേക്കും വെള്ളം എത്തുക എന്നുള്ളതാണ്. ഷാഫി മദ്ഹബിൽ അത് മാത്രം പോരാ, ഒലിപ്പിക്കും കൂടി വേണം. നമുക്ക് ഒലിപ്പിക്കണം എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല, എല്ലായിടത്തേക്കും വെള്ളം എത്തണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരു വ്യത്യാസമാണത് നമ്മുടെ മദ്ഹബിൻ്റെ ഇടയിലുള്ള. അപ്പോൾ ഒരു സീലോട് ഇങ്ങനെ തടവിയാൽ നിങ്ങളെ മദ്ഹബിൽ എന്താവും? ഹനഫി മദ്ഹബിൽ സഹിയാകും. ഷാഫി മദ്ഹബ് സീലോട് തടവിയാൽ മതിയാവില്ല.
ഉമൂമുൽ ബസ്റത്തി ബിൽ മാഇ തഹൂർ, രണ്ട് ഇൻഖിതാഉമായി നാഫീഹി, അതിനെതിരായി നിൽക്കുന്ന വുളൂവിനോട് വിരുദ്ധമായി നിൽക്കുന്ന എതിരായി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നിൽക്കണം. അതായത് ഹൈള് നിഫാസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നിൽക്കണം. ഹദസിന് അശുദ്ധി നിൽക്കണം. വുളൂവിൻ്റെ സമയത്ത് പിന്നെ അശുദ്ധി ഉണ്ടാകാൻ പാടില്ല. മൂത്രം ഉണ്ടായിക്കൊണ്ടേയിരിക്കെ മൂത്രമൊഴിച്ചുകൊണ്ടേയിരിക്കെ വുളൂ ഉണ്ടാക്കാൻ പറ്റൂലല്ലോ. അല്ലെങ്കിൽ വുളൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അശുദ്ധി ഉണ്ടാകാൻ പറ്റൂലല്ലോ, മൂത്രമൊഴിക്കാൻ പറ്റൂലല്ലോ. അപ്പം പിന്നെ ഉണ്ടാകുക. അപ്പം വുളൂ സ്വഹിയാകാനുള്ള ഷർത്ത് അതിൻ്റെ ഇടയിൽ അശുദ്ധി ഉണ്ടാവരുത് എന്നുള്ളതാണ്. മൂത്രമൊഴിച്ചുകൊണ്ടേയിരിക്കെ വുളൂ ഉണ്ടാക്കിയാൽ ശരിയാവില്ല. ആ മൂത്രം എന്നുള്ള അശുദ്ധിയോട് നിൽക്കണം. വുളൂ ഉണ്ടാക്കുന്ന സമയത്ത് അശുദ്ധി നിലക്കണം. 3 സവാലുമായ അംനാഉൽ ജസദി, ശരീരത്തിലേക്ക് വെള്ളം ചേരുന്നതിന് തടയുന്ന സാധനങ്ങൾ നീങ്ങിപ്പോകണമെന്നതാണ്. സവാലുമായ അംനാഉൽ ജസദി, ശരീരത്തേക്ക് വെള്ളം ചേരുന്നതിന് തടസ്സമാകുന്നത് നീങ്ങിപ്പോവുക എന്നത്. കാരണം അപ്പോൾ വെള്ളം ചേരൂല. കശംഇൻ, മെഴുക്, വ ഷഹ്മിൻ, ഷഹ്മും ലഹ്മും ഒക്കെ അതിൽപ്പെട്ടതാണ്. മാവ്, മണ്ണ് ഒക്കെ. ഷഹ്മ് പറഞ്ഞാൽ എന്താ? നെയ്യോ? വെണ്ണൻ്റെ ഇതൊക്കെ ഒഴിവാകണം. ഫസ്ലുണ്ട്. ഇനി താടി കഴുകൽ നിർബന്ധമുണ്ടോ അല്ലേ എന്നുള്ളതാണ്. മുഖത്തിൽ എവിടെയൊക്കെ കഴുകണമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി താടി കഴുകേണ്ടതുണ്ടോ, എത്രത്തോളം കഴുകണം എന്നതാണ് ചർച്ച. ഷാഫി മദ്ഹബിൽ തിങ്ങിയ താടിൻ്റെ പുറഭാഗം നിന്ന് കഴുകൽ നിർബന്ധമാണ്, ഉള്ളു കഴുകൽ നിർബന്ധമല്ലാതാ. തിങ്ങിയ താടി അല്ലാത്ത നേരിയ താടിൻ്റെ ഉള്ളും കഴുകൽ നിർബന്ധമാണ് ഷാഫി മദ്ഹബ്. അതന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. അസ്ലു ലാഹിരി ലഹിയത്തിൽ കസ്സത്തി, കസ്സത്ത് എന്ന് പറഞ്ഞാൽ തിങ്ങിയ താടി, അഥവാ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉള്ളു കാണൂല, ഉള്ളിലെ തൊലി കാണാത്ത മുടിക്കാണ് കസ്സത്ത് എന്ന് പറയാം. ഹഫീഫത്തല്ല, കസ്സത്ത്. തിങ്ങിയ താടിയുടെ പുറഭാഗം കഴുകൽ നിർബന്ധമാണ്. യജിബു അസ്ലു ലാഹിരി ലഹിയത്തിൽ കസ്സത്തി ഫി അസ്വഹി മാ ഇഫ്താ ബിഹി. ഫത്വ നൽകപ്പെടുന്ന ഒരുപാട് അഭിപ്രായങ്ങൾ ആ വിഷയത്തിലുണ്ട്. അതിൽ നിന്ന് ഏറ്റവും അസഹായ അഭിപ്രായത്തിൽ ആരോ പറഞ്ഞിട്ടുണ്ട്, അങ്ങനത്തെ താടിൻ്റെ 3-1 കഴുകിയാൽ മതി, 4-1 തടവിയാൽ മതി, അല്ല മുഴുവൻ തടവണം, ഉള്ളും പുറം ഒക്കെ തടവണം എന്നൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് അസഹായ പ്രകാരം പുറഭാഗം മുഴുവൻ കഴുകൽ നിർബന്ധമാണ് എന്നതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഫി അസഹി മാ ഇഫ്താ ബിഹി, ഫത്വ നൽകപ്പെടുന്ന അഭിപ്രായങ്ങളിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായത്തിൽ യജിബു ഈസാലുൽ മാഇല ബശ്റത്തിൽ ലഹിയത്തിൽ ഖഫീഫ, നേരിയ താടി ഉണ്ടല്ലോ, ആ താടിയുടെ ഉള്ളിലെ ചർമ്മത്തിലേക്ക്, തൊലിയിലേക്ക് വെള്ളം ചേർക്കൽ നിർബന്ധമാണ്. കാരണം ചെറിയ താടിയല്ലേ, നോക്കിയാൽ ഉള്ളു കാണുന്ന കുറ്റിത്താടിയാണ് നിങ്ങൾക്കുള്ളൊക്കെ മാതിരിയുള്ള താടി. അപ്പോൾ ഉള്ളു തടവൽ നിർബന്ധമാണ്. വലാജിബ് ഈസാലുമായിൽ മുസ്തർസ്തലിമിന ശാരിവിൻ ദായിറത്തിൽ വജിഹി, എന്നാൽ മുഖത്തിൻ്റെ ദായിറ ഉണ്ടല്ലോ, അതിൻ്റെ വട്ടം, അതിനേക്കാൾ താഴ്ന്നു നിൽക്കുന്ന മുടിയിലേക്ക് വെള്ളം ചേർക്കാൻ നിർബന്ധമില്ല. കാരണം അത് മുഖത്തിൻ്റെ ഭാഗമല്ല. ഷാഫി മദ്ഹബ് അങ്ങനല്ല, താഴോട്ട് പോയാൽ അതൊക്കെ പെടും. താടി കണ്ട് വലുതായിട്ട് പൊക്കിൾ വരെ വലുതായാലും അതുവരെ കൈകൾ നിർബന്ധം, പുറഭാഗം കൈകൾ നിർബന്ധമാണെന്നാണ് നമ്മൾ മതബേ. അപ്പോൾ ഇവർ പറയണത് എന്താ വെച്ചാൽ, ഇവിടെ പറയുന്നത് വെള്ളം ചേർക്കൽ നിർബന്ധമില്ല മുസ്തർസിലിമിന ശാരി, തൂങ്ങി നിൽക്കുന്ന മുടിയിലേക്ക്, അന്ന ദായിറത്തിൽ വജിഹി, മുഖത്തിൻ്റെ ആ ദായിറയേക്കാൾ ഇസ്തർസല, താഴ്ന്നു നിൽക്കുന്ന അത്. വലാ ഇലാമൻ കതമ മിന ശഫതൈനി ഇൻദൽ ഇമാമി, 2 ചുണ്ടുകൾ കൂട്ടിപ്പിടിക്കുന്ന നേരത്ത് മറഞ്ഞു നിൽക്കുന്നതിലേക്കും വെള്ളം ചേർക്കുന്നത്. 2 ചുണ്ടുകൾ പൂട്ടുമ്പോൾ പുറത്തേക്ക് കാണാത്ത ഭാഗമുണ്ടല്ലോ, ഇൻകത്തമ, സാധാരണ രീതിയിൽ കൂട്ടുമ്പോൾ. കത്തമ എന്ന് പറഞ്ഞാൽ മറച്ചു എന്നാണ്, ഇൻകത്തമ എന്ന് പറഞ്ഞാൽ മറഞ്ഞു നിൽക്കുന്നതാണ്. അപ്പോൾ
ഇൻലിമാമ, രണ്ട് ചുണ്ടുകൾ കൂടി നിൽക്കുന്ന നേരത്ത്, ഇൻലമ്മ എന്ന് പറഞ്ഞാൽ കൂടി, രണ്ട് ചുണ്ടുകൾ കൂടി നിൽക്കുമ്പോൾ രണ്ട് ചുണ്ടിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നതിലേക്കും എന്താക്കണ്ട, വെള്ളം ചേർക്കാൻ നിർബന്ധമില്ല. ചുണ്ടിൻ്റെ ചുവപ്പ് മുഖത്തിൽപ്പെട്ടതാണോ അല്ലേ എന്നുള്ളൊരു ചർച്ച ഉണ്ട് ഷാഫി മദ്ഹബില്, അതിൻ്റെ ബാക്കിയാണത്. അതേമാതിരി കണ്ണിൻ്റെ ഉള്ളൊന്നും മുഖത്ത് പെട്ടതല്ല എന്നൊക്കെ നമ്മളെ കിതാബിൽ പറയുന്നുണ്ട്. വലമില്ലമ്മത്തിൽ അസാബിയോ, ഇനി ഒരാളുടെ വിരലുകളൊക്കെ പരസ്പരം ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിന്നു, ഇങ്ങനെയാണല്ലോ വിരലുള്ളത്, ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിന്നു, അങ്ങനെ എന്തായാലും അതിൻ്റെ ഇടയിലേക്കൊന്നും വെള്ളം ചേരാത്ത വിധത്തിൽ എന്ത് ചെയ്തു, ഇതിങ്ങനെ ഒട്ടിച്ചേർന്ന് നിന്നാൽ, അങ്ങനെ മസല പറയണം. ചില ആൾക്കാരെ വിരൽ അങ്ങനെ ഒട്ടിയാലുണ്ടാവുമല്ലോ. ഔ താലുഫ്രു, അല്ലെങ്കിൽ നഖം അങ്ങോട്ട് നീണ്ടു, എത്രത്തോളം, ഫഹത്തൽ അൻമിലത്ത, വിരൽ കൊടികളെ പോലും അത് മൂടിക്കളഞ്ഞു. നഖം അങ്ങോട്ട് നീണ്ട് വളഞ്ഞാൽ പിന്നെന്താവും, വിരൽ കൊടി ഇങ്ങോട്ട് കാണാതാവുമല്ലോ. ഹത്ത എന്ന് പറഞ്ഞാൽ മൂടി, അൻമിലത്ത് എന്ന് പറഞ്ഞാൽ വിരൽക്കൊടി അറ്റം, അത് മൂടുന്ന വിധത്തിൽ നഖം അങ്ങോട്ട് നീണ്ടാൽ, ഔ കാന ഫീഹി മാ യംനഉൽ മാ, അല്ലെങ്കിൽ ഈ നഖത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ കഴുകുന്ന സ്ഥലത്തുണ്ടായിരുന്നു, മാ യംനഉൽ മാ, വെള്ളത്തിന് തടസ്സമാകുന്ന സാധനം, കൽ അജീനി, മാവ് പോലെ, മെഴുകു പോലെ, അങ്ങനെയൊക്കെ ഉണ്ടായാൽ, വജബ ഗസ്ലു മാ തഹത്തഹു, അതിൻ്റെ താഴ്ഭാഗത്തുള്ളത് കഴുകൽ നിർബന്ധമാണ്. നഖം നീണ്ടതുകൊണ്ടൊന്നും എന്തില്ല, രക്ഷപ്പെടൂല. അല്ലെങ്കിൽ ഔ കാനഫീഹി, കൈകൾ നിർബന്ധമായ സ്ഥലത്തുണ്ടായി, മാ, ഒരു വസ്തു, യംനഉ, അത് തടയും, അൽ മാ, ആ വെള്ളം ചേരുന്നതിനെ തടയും, ശരീരത്തിലേക്ക് വെള്ളം ചേരുന്നതിനെ തടയും. അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായി, അജീനി, മാവ് പോലെ, അല്ലെങ്കിൽ മെഴുകു പോലെ, അല്ലെങ്കിൽ എണ്ണ പോലെ, അവിടെ വജബ ഗസ്ലു മാ തഹത്തഹു, ആ തടസ്സം നീക്കണം എന്നർത്ഥം. ആ തടസ്സങ്ങളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം അതിൻ്റെ താഴ്ഭാഗം കഴുകൽ നിർബന്ധമാണ്. ഇനി പറയാം, വലാ യംനഉ ദറനു വഖർഉൽ ബറാഗീസി വനഹ്വിഹാ, നഖത്തിൻ്റെ അടിയിലുള്ള ചേറില്ലേ, അതിനാണ് ദറന് എന്ന് പറയാം, വസഖ്, അത് പ്രശ്നമല്ല, നമ്മളെ മദ്ഹബ് പ്രശ്നമാണ്. നഖത്തിനടിയിൽ ചേറുണ്ടായില്ലെങ്കിൽ വെള്ളം ചേരുന്നതിന് തടസ്സമായാൽ ഒന്നും സഹിയാവില്ല എന്നാണ് പ്രബലമായ അഭിപ്രായം നമ്മളെ മദ്ഹബിൽ. ഇവിടെ ഹനഫി മദ്ഹബിൽ വലാ യംനഉ ദറനു, നഖത്തിനടിയിലുള്ള ചേറ്, നമ്മൾ പണിയെടുക്കുക അല്ലെങ്കിൽ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ചേറൊക്കെ ഉണ്ടാവില്ല, അത് തടസ്സമല്ല. വ ഖർഉൽ ബറാഗീസി, കൊതുകോ അതുപോലെയുള്ള ജീവികളൊക്കെ കാഷ്ടിക്കുന്നതും തടസ്സമല്ല. അങ്ങനെ കാഷ്ടിച്ച് കഴിഞ്ഞാൽ അവിടെ ഉറക്കും, അങ്ങനെ ഉറച്ചു കഴിഞ്ഞാൽ ചിലപ്പം വെള്ളം ചേരൂല, അതൊന്നും പ്രശ്നമല്ല. അത് ശരീരത്തിലേക്ക് വെള്ളം ചേരുന്നതിന് തടസ്സമായി നിൽക്കുന്നതുകൊണ്ട് പ്രശ്നം ഇല്ല. കുറച്ചല്ലേ ഉള്ളൂ, അത് കുറച്ചല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ചായ മുക്കുന്ന ആൾക്കാരുണ്ടാവും, പെയിൻ്റ് അടിച്ചുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഈ പെയിൻ്റ് അടിച്ചുന്ന ആൾക്കാരെ വിരലും അതിനൊക്കെ ഒഴിവാക്കാൻ പറ്റാത്ത പെയിൻ്റൊക്കെ ഉണ്ടാവും, അതിനൊന്നും പ്രശ്നമല്ല. അതിവിടെ കഹ്താബിയിൽ പറയുന്നുണ്ട്, വലാമ അലാ വഫരി സ്വബ്ബാഗി മിൻ സുബഗിൻ ഫി ദറൂറത്തി, സ്വബ്ബാഗിൻ്റെ നഖത്തിൻ്റെ മേലെ ഉണ്ടാവും കുറച്ച് ചായ മുക്കണ ആൾക്ക്, അതിനൊന്നും തടസ്സമല്ല. ഓക്കെ, അപ്പോൾ നഖത്തിൻ്റെ ചേറ് മറ്റ് അവയവങ്ങളിലുള്ള ചേറുണ്ടല്ലോ, അത് പ്രശ്നമില്ല എന്ന് തന്നെ പറയണത്. നഖത്തിൻ്റെ മാത്രമല്ല, അത് ശരീരത്തിൽ ഇങ്ങനെ ഉണ്ടായിത്തീരുന്നതല്ലേ. ദറന് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിങ്ങനെ കുളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ മാന്തിയാൽ കിട്ടുന്ന ആ സാധനമല്ലേ, ചൊറിയുമ്പോൾ ഇങ്ങനെ കിട്ടുന്ന ആ സാധനം, അതിനാണ് ദറന് എന്ന് പറയുക, അഴുക്ക് എന്ന് പറഞ്ഞത്. അത് ശരീരത്തിൽ നിന്നുണ്ടാകുന്ന, അതിന് പ്രശ്നമില്ല. പിന്നെ വയജിബ് തഹരീക്കുൽ ഖാത്തമി ലയ്യിക്ക്, ഇടുക്കമുള്ള ഫിറ്റായിട്ടുള്ള മോതിരം അനക്കൽ നിർബന്ധമാണ് വെള്ളം ചേരാൻ വേണ്ടി. നല്ല ഫിറ്റായ മോതിരം ഉണ്ടെങ്കിൽ ആ മോതിരം എന്താക്കുന്നത്, ഇളക്കി കൊടുക്കണം.
ശരീഅത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തിക്കണം എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചയാണ്. അപ്പോൾ അവിടേക്കൊക്കെ വെള്ളം എത്തി എന്നുള്ളത് തന്നെ മതി, ഉറപ്പൊന്നും വേണമെന്നില്ല. വലൗ ലറഹു ഗസ്ലു ശുഖ്, ഇനി ഒരാളെ കാല് എന്തായിട്ട് വിണ്ടിട്ടുണ്ട്, മുറിവോ മറ്റോ പറ്റിയിട്ട് വിണ്ടിട്ടുണ്ട്. അങ്ങനെ ആ വിള്ളലിൻ്റെ ഉള്ളിൽ കഴുകാൻ ഒരാൾക്ക് ബുദ്ധിമുട്ട് വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ അതിന്മേൽ വല്ല മരുന്നോ മറ്റോ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ എന്ത് ചെയ്താൽ മതി? വെള്ളം തടവിയാൽ മതിയാകും എന്നുള്ളതാണ്. അവിടെ എന്താക്കേണ്ടതില്ല, ആവർത്തിച്ച് കഴുകേണ്ടതില്ല, കഴുകൽ മടക്കേണ്ടതില്ല, തടവുകയും വേണ്ട. അത് വേറെ. വലോ ദറഹു, ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അസുരു ഷുഖൂഖിരിജിരി, 2 കാലിൻ്റെ വിള്ളൽ, അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ മുറിവോ മറ്റോ ഒക്കെ പറ്റുമ്പോൾ വിള്ളലുണ്ടാവില്ലേ? വിള്ളൽ ഉദാഹരണം പറഞ്ഞതാണ്, എന്തോ വിള്ളൽ പോലെയുള്ളൊരു സാധനം. അപ്പോൾ പിന്നെ അവിടെ മരുന്ന് വെച്ച് കെട്ടിയാൽ ജാസ സ്വഹിയാകും ഇമ്രാറുൽ മായ ദവായ, മരുന്നിൻ്റെ മേൽ വെള്ളം കെട്ട് നടത്തിയാൽ മതി. അല്ലദി വലാഹു ഫിഹ, ആ ഷെക്കിൽ വെച്ചിട്ടുള്ള മുറിവിലോ അല്ലെങ്കിൽ ആ വിള്ളലിലോ ഒക്കെ വെച്ചിട്ടുള്ള ആ ദവായിൽ വെള്ളം ഇങ്ങനെ തടവിയാൽ മതി. ഓക്കെ. ദവാ എന്ന് പറയുമ്പോൾ ശീല മറ്റോ ഒക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ മരുന്നാണ് സാധാരണ വെക്കുക നമ്മൾ, ഓയിൽമെൻറ്റോ മറ്റോ ഒക്കെ അതിൻ്റെ മേലെ തടവിയാൽ മതി. അതുകൊണ്ടും ബുദ്ധിമുട്ടില്ലെങ്കിൽ, ഓയിൽമെൻറ്റിൻ്റെ മേലിലും തടവൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ. വലാ യുആദു ഗസ്ലു വൽ മസ്ഹു, കഴുകലും തടവലും വുളൂൽ മടക്കേണ്ടതില്ല. അല മൗദി ഷാരി ബാദ ഹൽഖിഹി, മുടി കളഞ്ഞതിന് ശേഷം മുടി നിന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ എന്താക്കേണ്ടിയില്ല, രണ്ടാമത് കഴുകുകയോ തടവേണ്ട ആവശ്യം ഇല്ല. വലൽ ഗസ്ലു ബി ഖസ്തി ദഫരി, നഖം മുറിച്ചതുകൊണ്ടും കഴുകൽ മടക്കേണ്ടതില്ല. ദഫരിഹി വശാരിബിഹി, മീശയും. ഒരാൾ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, നഖം മുറിച്ചു അല്ലെങ്കിൽ മുടി വെട്ടി, പിന്നെ ആ മുടി വെട്ടിയ സ്ഥലത്ത് ശുദ്ധിയായിട്ടില്ലല്ലോ എന്ന് വെക്കേണ്ടിയില്ല, കുഴപ്പമില്ല. വലാ യുആദു അൽ ഗസ്ലു, കുളിയിലാണെങ്കിൽ കഴുകലും വലൽ മസ്ഹു വദൂൽ തടവലും നിർബന്ധമല്ല. അല മൗദി ഷാരി, മുടി നിൽക്കുന്ന സ്ഥലം, ബാദ ഹൽഖിഹി, അത് കളഞ്ഞതിന് ശേഷം. വലാ ഗസ്ലു ബി ഖസ്തി ദഫരി ഔ ശാരിബിൻ, നഖമോ മീശയോ വെട്ടുക, ഖസ്സ എന്ന് പറഞ്ഞാൽ വെട്ടുക എന്നർത്ഥം. അങ്ങനെ വെട്ടിയത് കൊണ്ടൊന്നില്ല, കഴുകലിനെയും ആവർത്തിക്കേണ്ടതില്ല. അപ്പം അങ്ങനെയാണ്. ഇനി അടുത്ത ഫസ്ലിൽ വുളൂവിൻ്റെ സുന്നത്തുകളാണ്, 18 സുന്നത്തുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് നാളെ പറയാം. തഖബ്ബൽ അല്ലാഹു മിന്നാ വജഅൽനാ ഇബാദില്ലാഹി സ്വാലിഹീൻ. اللهم اجعلنا من عبادك المتقين. وصلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.